ബജാജിൻ്റെ NS400Z 2025 മോഡലാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതിനകത്ത് ഡിസൈൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സെയിം ഡിസൈൻ തന്നെയാണ്, ഗ്രാഫിക്സും എല്ലാം സെയിം ആണ്. പക്ഷേ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു എൻജിൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പവർ ഫിഗേഴ്സ് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 43 bhp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നേരത്തെ പഴയ മോഡലിൽ 40 bhp ആയിരുന്നു. ടോർക്ക് ഫിഗർ ഇൻക്രീസ് ചെയ്തിട്ടില്ല, സെയിം 35 Nm ടോർക്ക് തന്നെയാണ്. പക്ഷേ റെഡ് ലൈൻ RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 1000 RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് സ്പീഡ് 157 ആക്കിയിട്ടുണ്ട്. 150ൽ നിന്നും 7 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ പഴയ ഡ്യൂക്കിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു ഫോർജ്ഡ് പിസ്റ്റനാണ് ഇതിനകത്ത് ഇപ്പോൾ ബജാജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് 4 റൈഡിംഗ് മോഡ്സാണ് വന്നിരിക്കുന്നത്. റെയിൻ, റോഡ്, സ്പോട്ട്, ഓഫ് റോഡ്, അങ്ങനെ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ്റെ ക്യാം ടൈമിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഇൻടേക്ക് കുറച്ചുകൂടെ ഡയമെൻഷൻ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് കേപ്പബിലിറ്റി കൂടും എന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. മൈലേജ് ഫിഗർ 27 തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതിൽ സിൻഡഡ് ബ്രേക്ക് പാഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പഴയതിൽ ഓർഗാനിക് ബ്രേക്ക് പാഡായിരുന്നു. അതുകൊണ്ട് സ്റ്റോപ്പിംഗ് പവർ കൂടും എന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 150 സെക്ഷൻ ടയേഴ്സാണ് റിയറിൽ. ഇതിൽ കിടക്കുന്നത് അപ്പോളോയാണ്, പക്ഷേ ഇതൊരു ടെസ്റ്റ് ബൈക്കാണ്. റിയൽ ബൈക്കിൽ നമുക്ക് MRFൻ്റെ ടയേഴ്സ് ആയിരിക്കും വരുന്നത്. 150 സെക്ഷൻ ടയർ ആയിരിക്കും. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ പോലെ ഒരു സംഗതി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല. അതിന് പകരം ബജാജ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ വഴി ഇതിൽ സ്പോട്ട് ഷിഫ്റ്റർ എന്ന് പറയുന്ന സെറ്റപ്പിൽ ഒരു സംഗതി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സ്പോട്ട് മോഡിൽ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് സ്പീഡിൽ പോകുമ്പം അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഒരു സെൻസർ മുഖേനയാണ്, പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,85,000 രൂപയായിരുന്നു പഴയ പ്രൈസ്. ഇപ്പോൾ വന്നിരിക്കുന്നത് 1,92,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ ഇത് ഇപ്പോഴും വാല്യൂ ഫോർ മണിയാണോ ഒരു 400cc കാറ്റഗറി വെച്ച് നോക്കുമ്പം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ 0 to 60 എന്ന് പറയുന്നത് 2.7 സെക്കൻഡ്സ് മാത്രം മതി റീച്ച് ചെയ്യാനായിട്ട്. പഴയതിൽ 3.2 സെക്കൻഡ്സ് ആയിരുന്നു. പിന്നെ 0 to 100 നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതിൽ 7.5 സെക്കൻഡ്സ് ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് 6.4 സെക്കൻഡ്സ് മാത്രം മതി. 157 കിലോമീറ്റർ ടോപ്പ് സ്പീഡും കിട്ടുന്നുണ്ട്. അതായത് പഴയതിൽ 150 ആയിരുന്നു റിയൽ ലൈഫിൽ. 28 കിലോമീറ്റർ പെർ ലിറ്റർ തന്നെയാണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. 10,700 RPMലേക്ക് ഇതിൻ്റെ റെഡ് ലൈൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 1000 RPM ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 43 PS പവർ എന്ന് പറയുന്നത് 9,000 RPMലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7,500 RPMലാണ് ഇതിൻ്റെ 35 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.